ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പേര് ഹരിപ്രിയ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂഷ്വൽ ഡേയ്സിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ലേറ്റായിട്ടാണ് ഞാൻ എണീറ്റത്. കാർത്തി മോർണിംഗ് ഷിഫ്റ്റൊക്കെ ഉള്ളതുകൊണ്ട്, വർക്ക് ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ മോർണിംഗ് എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ എണീറ്റപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സെറാവയുടെ സാലിസിലിക് ആസിഡ് മിംഗ്ലൂഡ് ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ് കേട്ടോ. അത് നല്ല അടിപൊളിയാണ്. ആക്നെ സ്കിന്നിനൊക്കെ പറ്റിയൊരു ഫേസ് വാഷാണ്. ഞാൻ 3ാമത്തെ ബോട്ടിലെന്തോ ആണ്. ഞാനിപ്പോൾ കണ്ടിന്യൂസ്ലി അതാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതിന് നമുക്ക് ടോണർ യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഡഗ്ലസിൻ്റെ പ്രൊഡക്റ്റാണ്, ബാലൻസിങ് പ്യൂരിഫൈയും ടോണർ ചെയ്തു. ഇത്രയും കൂടി ഉണ്ട്. ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല കേട്ടോ. എനിക്കിങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ഒരു ടൈം വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഓൾ ഇൻ വൺ കോസാറസിൻ്റെ മോയ്സ്ചറൈസറാണ്. അതൊന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എംപ്റ്റി സ്റ്റൊമക്കിൽ നമുക്ക് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ശീലിക്കാൻ സംഭവമാണ് രാവിലെ തന്നെ എണീറ്റിട്ട് ചൂടുവെള്ളം കുടിക്കുന്നത്. ഈ ഒരു കപ്പിലുള്ള ചൂടുവെള്ളം മൊത്തം കുടിക്കും. അതിനുശേഷം ഞാൻ അതൊക്കെ കുടിച്ച് നമ്മൾ പയ്യെ സിപ്പ് ചെയ്ത് നമ്മൾ TV കാണുകയാണ്. അപ്പോൾ ഞാൻ പ്രേമലു സിനിമ ഇട്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് പയ്യെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ടേബിൾ കുറച്ച് മിസ്സായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ സ്കൂട്ടർ ഉണ്ടല്ലോ, സ്കൂട്ടർ. അപ്പോൾ അതിൽ ആണ് ഞാൻ വർക്കിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ടയർ ഒരു പണി തന്നു. ടയർ പഞ്ചറായി ഗൈസ്. അപ്പോൾ അതാണ് ഈ സംഭവം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയപ്പോൾ സംഭവിച്ചതാണ്. തിരിച്ചു വന്നപ്പോൾ പഞ്ചറാന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ടയറിന് നല്ല റേറ്റാണ്. അപ്പോൾ എന്തായാലും വേറെ വഴിയില്ല, ടയർ വാങ്ങിച്ചേ പറ്റുള്ളൂ. ഏകദേശം ഒരു 3-4 മാസമായിട്ടുള്ളൂ ഞാൻ വണ്ടി വാങ്ങിച്ചിട്ട്. അപ്പോഴത്തേക്കും പണി തന്നു. അപ്പോൾ ജോലിക്ക് പോകാനായിട്ട് ഈ കഴിഞ്ഞ ദിവസം പോയത് ബസ്സിലൊക്കെയാണ്. പക്ഷെ ഭയങ്കര പാടാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ ടാക്സിയൊക്കെ വിളിച്ചിട്ട് വേണം വരാനായിട്ട്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവുമാണ് ടാക്സി വിളിക്കുക എന്ന് പറയുന്നത്. വീണ്ടും അങ്ങനെ നമ്മൾ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വർക്കൗട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ 2-3 ബദാം, അതായത് റോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബദാമാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ 2 എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീറ്റിട്ട് ഈ ഒരു ബോട്ടിൽ, ഇത് 1.5 ലിറ്ററിൻ്റെ ബോട്ടിലാണ്, അത് ഞാൻ നിറച്ച് വെക്കും. അപ്പോൾ അത് 2 പ്രാവശ്യം നിറയ്ക്കുമ്പോഴത്തേക്കും ഏകദേശം 3 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടാവുമല്ലോ. മാക്സിമം 3 ലിറ്റർ കുടിക്കാൻ വേണ്ടി നോക്കാറുണ്ട് എല്ലാ ദിവസവും. അങ്ങനെ രാവിലെ തന്നെ അത് ബോട്ടിലൊക്കെ വാട്ടറൊക്കെ നിറച്ച് വെച്ചു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന്. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, നട്ട്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ, അതായത് നമ്മുടെ ടോസ്റ്റിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബദാമും ആൽമണ്ടും ഡേറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ട് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ബ്രെഡും ബട്ടറിൽ ഞാൻ ഇത് വീറ്റ് ബ്രെഡാണ് കേട്ടോ, ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പീനട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ബ്രെഡിലും പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആൽമണ്ടും വാൽനട്ടും പിന്നെ നമ്മുടെ ഡേറ്റ്സിൻ്റെ ഒരു ഇതില്ലേ, അത് ഞാൻ ഇതിൻ്റെ ടോപ്പിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് 2 ബ്രെഡിൻ്റെയും. ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ബനാന ഉണ്ടല്ലോ, അത് പീസസായിട്ട്, ആ പീസസ് ഞാൻ ടോപ്പിലായിട്ട് നമ്മുടെ നട്ട്സിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ടേസ്റ്റും കൂടി നോക്കണമല്ലോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ബോയിൽഡ് എഗ്ഗും ഉണ്ട്. അപ്പോൾ അതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ ഞാൻ ഓഫ് ഡേയ്സാണ് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാറ്. അങ്ങനെ നമ്മുടെ പഴയ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വാഷിംഗ് ഏരിയ കെല്ലറിലാണ് വരുന്നതെന്നുള്ളത്. നമ്മുടെ 3 ഫ്ലോറിലെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവരുടെയും താഴെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനിട്ട് നമ്മളിതേ തിരിച്ചെത്തിയിട്ട് നമ്മൾ നല്ല ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു.
പിന്നെ ഗൈസ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ക്യാരറ്റ് തോരനുണ്ട്. ഇത് ക്യാരറ്റ് തോരനാണ്. ഇത് മീൻ കറിയാണ് കേട്ടോ. ഇത് നമ്മൾ ട്യൂണ, അതായത് ഇവിടെ ക്യാൻഡ് ട്യൂണ ഫിഷ് കിട്ടും, അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കറിയാണ്. അതാണ് അധികം പീസസ് ഒന്നും ഇല്ലാത്തത്. പിന്നെ നമ്മുടെ മീൻ അച്ചാറുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ ഈ ചോറ് എന്തെങ്കിലും ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കറി ഇത് നമ്മൾ ഉണ്ടാക്കിയത് ഇന്നലെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നത്. അപ്പോൾ അത് ആ മീൻകറിയുടെ ആ ഒരു പാത്രത്തിൽ ഞാൻ ചോറൊന്ന് മിക്സ് ചെയ്തെടുത്താണ്. അതാണ് ഈ ഒരു കളറ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം, മുളക് വറുത്തത്. അപ്പോൾ അതാണ് ഗൈസ്. എനിക്കിപ്പോൾ തന്നെ ആലോചിക്കുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരികയാണ്. ഇന്നലെ നമ്മുടെ ലഞ്ച് ഇത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച്. അങ്ങനെ നമുക്ക് ഇന്നൊരു കോഫി ഉണ്ടാക്കാം. അപ്പോൾ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രൂവിൻ്റെ കോഫി പൗഡറും അതുപോലെ തന്നെ ചോക്ലേറ്റ് ക്യാപ്പുച്ചിനോൻ്റെ ഒരു കോഫി പൗഡർ അത് ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റിൻ്റെ ക്യാപ്പുച്ചിനോ പൗഡർ മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൽ ഷുഗർ ഓൾസോ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഭയങ്കരമായിട്ട് മധുരം തോന്നും. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബ്രൂ കോഫിയുടെ ആ ഒരു പൗഡർ ഇരിക്കുന്നുണ്ടായിരുന്നു, ഇൻസ്റ്റൻറ്റ്. അതും കുറച്ചിടും, ചോക്ലേറ്റിൻ്റെ ക്യാപ്പുച്ചിനോ ആ പൗഡറും കുറച്ചിടും. അപ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ കോഫി ഉണ്ടാക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് കാർത്തി വന്നിട്ട് നമ്മൾ വീഡിയോ അധികമൊന്നും എടുത്തില്ല. വീഡിയോ എടുക്കാനുള്ള കാര്യമേ വിട്ടുപോയി ഗൈസ്. അങ്ങനെ നെക്സ്റ്റ് മോർണിംഗും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഓഫുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്ത് പോയി ചെറിയൊരു ഷോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പുറത്തുനിന്ന് ലഞ്ചൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ദിവസമാക്കാം എന്ന് വിചാരിച്ചു. വല്ലപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഓഫ് കിട്ടുന്നതും പുറത്ത് പോകാനുള്ള ഒരു മൂഡ് വരുന്നതും. അങ്ങനെ മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഈ ഒരു സണ്ണി ഡേ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാത്തി 2 ബ്രെഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റെഡി ആവുന്ന ഒരു സമയത്ത് എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള നെറ്റോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാനൊരു ലാറ്റെ ക്യാപ്ചീനോ ആണ് കേട്ടോ, സോറി. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ കാത്തി ഒരു എനർജി ഡ്രിങ്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ നമ്മുടെ കപ്പലിൻ്റെ മിഠായി ആ സെയിം സാധനം തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 2 പാക്ക് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിത് ബസ് വരുന്നുണ്ടോ നോക്കാം. ഏകദേശം വരാറായിട്ടുണ്ട്. കുടിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബസ് ഇറങ്ങിയിട്ട് കുടിച്ചാലും മതി. അങ്ങനെ ട്രെയിനൊക്കെ പിടിച്ച് നമ്മൾ ഗസൂൺ ബ്രൂണനിലുള്ള മാളിലെത്തിയിട്ടോ. ആദ്യം തന്നെ ശരിയാക്കിയത് നമുക്കൊരു കീയുടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റാക്കി. ആദ്യം തന്നെ ആ ഒരു മാളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പ്, ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനുശേഷം നമ്മളിതേ ഒരു ഷോപ്പിൽ കയറി. ഇത് തൊപ്പികൾ മാത്രമുള്ളൊരു ഷോപ്പാണ് ഗൈസ്. കുറേ വെറൈറ്റീസ് ഓഫ് തൊപ്പികളുണ്ട്, പല ബ്രാൻഡൊക്കെ ആയിട്ട്. അപ്പോൾ കാർത്തിക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഷോപ്പ്. അങ്ങനെ അവിടെ നിന്ന് 2 തൊപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്തൊരു ട്രിപ്പ് പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു തൊപ്പി വാങ്ങിച്ചത്. പിന്നെ ഞാൻ സിയാൻഡേ എന്നുള്ള ഷോപ്പിൽ കയറിയിട്ട് 2 ടോപ്പ് എടുത്തു. ട്രിപ്പ് പോവാണല്ലോ, അപ്പോൾ 2 ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ടോപ്പൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ആകെ ആ ഒരു കോഫി ക്യാപ്പുച്ചിനോ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ KFCയിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കുറേ നാളായി KFC ഒക്കെ കഴിച്ചിട്ട്. അവിടെ നിന്ന് നമുക്കിങ്ങനെ പുറത്ത് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ നിന്നും ഓർഡർ ചെയ്യാം. അങ്ങനെ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് നമ്മൾ സീറ്റൊക്കെ പിടിച്ച് നമ്മൾ 2 ചെറിയൊരു ബർഗർ, പിന്നെ വ്രാപ്പ്. ഞാൻ ഓർഡർ ചെയ്ത് ചിക്കൻ വ്രാപ്പാണ്. അതിൽ ചിക്കനും ടൊമാറ്റോയും സലാഡൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സാധനമായിരുന്നു. ഇതിൻ്റെ പേരെന്തോ റോളർ ട്വിസ്റ്റർ എന്നായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിവരിക്കുകയായിരുന്നു അതിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ഭയങ്കര ആയതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു.
പിന്നെ ഒരു ഷേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സ്ട്രോബെറി. ശരിക്കും നാട്ടിലത്തെ ആ ഒരു സ്ട്രോബെറി ഷേക്കിൻ്റെ സെയിം ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ബാക്കി ഷോപ്പിങ്ങിനൊക്കെ പോയത്. പിന്നെ നമ്മളൊരു ക്യൂട്ട് തിങ്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ള ഇങ്ങനെ ഒരു ഷോപ്പിൽ കയറി. ചുമ്മാ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കയറിയത്, ഒന്നും വാങ്ങാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ അതൊക്കെ കയറി. പിന്നെ ഡഗ്ലസിൽ കയറി പെർഫ്യൂം നോക്കാൻ വേണ്ടിയിട്ട്. കുറേ നാളായി വിചാരിക്കുന്നു കാർത്തിക്ക് നല്ലൊരു പെർഫ്യൂം വാങ്ങണം എന്നുള്ളത്. അങ്ങനെ ആമസോണിൽ അതിലും വില കുറവ് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ വിചാരിച്ചു ആമസോണിൽ നിന്ന് വാങ്ങാമെന്ന്. ഞങ്ങൾ കമ്പയർ ചെയ്യും കേട്ടോ, അങ്ങനെ വില തമ്മിൽ ഓൺലൈനിലാണോ വില കൂടുതൽ കുറവ് എന്നൊക്കെ നോക്കിയിട്ടാണ് വാങ്ങാറ് പെർഫ്യൂമൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. വലിയ കാര്യമായിട്ട് ഷോപ്പിംഗ് ചെയ്തൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അധികം കറങ്ങിയില്ല കേട്ടോ. അപ്പോഴത്തേക്കും ഈവനിങ് സമയമായി. പിന്നെ നെറ്റോയിൽ നിന്ന് ഗ്രോസറീസൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.